ഹായ് ഹലോ. ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്തുള്ള പാലാട്ടി നഴ്സറിയിലാണ്. ഇപ്പോൾ ഈ കണ്ട മാംഗോസ്റ്റി നിങ്ങൾ കണ്ടില്ലേ, കായോട് കൂടിയുള്ള ഈ ഒരു മാംഗോസ്റ്റി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് വെറും 500 രൂപയ്ക്ക് കേട്ടോ. മാംഗോസ്റ്റിൻ്റെ ഒരു അടിപൊളി കളക്ഷൻ തന്നെ ഈ ഒരു നഴ്സറി ഉണ്ട്. മാംഗോസ്റ്റിൻ റംബൂട്ടാൻ അടങ്ങുന്ന ഒരു അടിപൊളി നഴ്സറിയാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് ഡിക്സൺ. ഞങ്ങൾക്ക് മാംഗോസ്റ്റിൻ്റെ റംബൂട്ടാൻ്റെ ഒക്കെ നഴ്സറിയാണ്, ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ. സ്ഥലം വരുന്നത് ചാലക്കുടിക്ക് അടുത്ത് കറുകുറ്റി പലിശ്ശേരി അല്ലെങ്കിൽ കൊരട്ടി പലിശ്ശേരി ആണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് മാംഗോസ്റ്റിനാണ് ഫോക്കസ് ആയിട്ട് ചെയ്യണത്. അതായത് മാംഗോസ്റ്റിൻ്റെ ഏകദേശം 3-4 വർഷത്തെ തൈകളുണ്ട്. മൊത്തം നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം തൈകൾ നമ്മുടെ അത്രയും, അതായത് ബൾക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ തന്നെ നമ്മളിവിടെ ചെയ്തു പോകുന്നുണ്ട്. അത് ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ, അതും ചെറിയ തൈകൾ ഇതേപോലെ കാഴ്ചത് കൊടുക്കാനുണ്ടല്ലേ. ഇത് ഗ്രാഫ്റ്റ് തൈയാണ് വരുന്നത്. ഗ്രാഫ്റ്റ് തൈ നമുക്ക് വരുമ്പോൾ കായ്ച്ചത് 500 രൂപയും കായില്ലാത്തത് 400 രൂപയും. കായ്ച്ചത് കുറച്ച് തൈകളേ ഉള്ളൂ, ലിമിറ്റഡ് സ്റ്റോക്കുകളാണ്. അപ്പൊ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കാഴ്ച തൈകൾ കിട്ടും. അപ്പൊ ഗ്രാഫ്റ്റ് തൈ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ വളർച്ച വളരെ സ്ലോ ആണ്. നമുക്കൊരു ഡ്രമ്മിലോ ചട്ടിയിലോ അത് വെക്കാൻ പറ്റുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലാഭം സീഡ് മുളച്ച തൈകൾ വെക്കുന്നത് തന്നെയാണ്. അതാണ് ഒരു ഭാവിയിലേക്കുള്ള ഈൽഡ് നോക്കുമ്പോൾ നമുക്ക് ലാഭം അതാണ് വരിക അല്ലേ. അപ്പൊ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ മദർ പ്ലാന്റുകളിൽ പെടുന്നത്. അതെ, മദർ പ്ലാന്റുകളുടെ പ്ലാന്റ് മുളച്ചുണ്ടായേക്കുന്ന തൈകളാണത്. പ്ലാന്റ് ഇതൊരു 25-20 വർഷത്തോളം പ്രായം ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 20 വർഷം പ്രായത്തിയ തൈമയൊക്കെ നമുക്ക് ഏകദേശം ഒരു 100 കിലോ പഴം കിട്ടും. 100 കിലോ പഴം കിട്ടില്ലേ? 20 വർഷം പ്രായമുള്ള തൈ. ഓക്കെ. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വളപ്രയോഗം നമ്മൾ ജൈവവളം തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചാണകം, എല്ലുപൊടി, അതല്ലെങ്കിൽ ചാണകം തന്നെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കും ശർക്കരയും മിക്സ് ചെയ്തിട്ട് നമ്മളത് 4 ദിവസം വെച്ചതിന് ശേഷം ഒഴിക്കും. അത് ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയാണ്? ഡ്യൂറേഷൻ ഏകദേശം ഒരു ഓഗസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് വളം കൊടുത്തു കഴിഞ്ഞാൽ മഴയുടെ സമയത്ത് കൊടുക്കില്ല, ജൂൺ ജൂലൈയിൽ കൊടുക്കില്ല. മഴയൊന്ന് കുറഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കൊടുക്കും. പിന്നെ ഒരു 3-4 മാസം ഗ്യാപ്പിട്ട് കൊല്ലത്തിലൊരു 4 തവണയായിട്ടാണ് നമ്മൾ വളം കൊടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ തൈകൾ ഇരിക്കുന്നതുകൊണ്ട് തൈകൾക്ക് ഒഴിക്കുന്ന വളം കൂടി കുറേയൊക്കെ അതിന് കിട്ടുന്നുണ്ട്. തൈകളുടെ റേറ്റ് എങ്ങും നോക്കണ്ട, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉണ്ട്. ഇതിലും ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അതെ, തീർച്ചയായും. കാരണം നമ്മളൊരു 50 നഴ്സറികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹോൾസെയിൽ നഴ്സറിക്കാർക്ക് കൊടുക്കണം, അതേ റേറ്റിന് റീറ്റെയിലും കൊടുക്കണേ. ഹോൾസെയിൽ റേറ്റിന് ഇപ്പോൾ റീറ്റെയിൽ കൊടുക്കുകയാണ്. ഓക്കെ. അത് എത്ര ദിവസം കൊടുക്കും? അത് നമ്മൾ ഈ വീഡിയോ ഓടുന്ന കാലത്തോളം അത് റീറ്റെയിലും ഹോൾസെയിലും ഒരു റേറ്റ് തന്നെയാണ്. എങ്ങനെയാണ് റേറ്റ് എന്ന് പറഞ്ഞു? ഈ ഇരിക്കുന്നതൊക്കെ 2 തട്ടുള്ള തൈകളാണ്. ഇത് ഏകദേശം 1 മീറ്റർ ഹൈറ്റ് ഉണ്ട്. വലിയ കവറാണ്. നമ്മൾ ചെറിയ കവർ സൈസ് ഒന്നല്ല, അത്യാവശ്യം പ്ലാന്റ് ഹെൽത്തിയാണ്. നമ്മൾ എത്രയ്ക്ക് കൊടുക്കുക? ഇത്രയുള്ള തൈകൾ നമ്മൾ 225 രൂപ. 225 രൂപ കൊടുക്കാണ്. ഒന്നും നോക്കണില്ല. ഇവിടെ 3 തട്ട് ഇരിക്കണ്ടല്ലോ. 3 തട്ട് ഇതിന്റെ തൊട്ട് മുകളിൽ വന്ന സൈസാണ്. ഇത് നമുക്ക് 250 രൂപയ്ക്കാണ് കൊടുക്കണം. അത് തൈ എടുക്കുക, അതിന്റെ സൈസ് ഒന്ന് നോക്കട്ടെ. ഏകദേശം ഒരു 3.5 അടി 4 അടി ഹൈറ്റ്. എത്ര? 250 രൂപ. 25 രൂപേന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു തട്ട് കൂടും. ഓക്കെ. ഇവിടെ ചെറുതൈകൾ ഇഷ്ടംപോലെ ഇരിക്കണ്ടല്ലോ. ഇത് കൊടുക്കുക നിങ്ങള്? ഇത് കൊടുക്കണില്ല. ഇത് മുൻകാലങ്ങളിൽ കൊടുത്തോണ്ടിരുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളർച്ച വളരെ സ്ലോ ആണ് മാംഗോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. തട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചെറിയ തൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെക്കണ ഒരു വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയാവും. സ്ലോ ഗ്രോത്ത് ആണ് പൊതുവേ ഇതിന്റെ നേച്ചർ. പിന്നെ ഇത് ചെറുത് വെച്ച് വലുതാക്കണ ചെലവിനേലും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ വലിയ തൈ കൊടുക്കുന്നത്. സംഭവം പറഞ്ഞാൽ ഒരു 3 തട്ടൊക്കെ 250 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് മിനിമം നിങ്ങൾ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ 3 വർഷം എടുക്കും. നമുക്ക് ഇവിടെ ഒരു 2 വർഷം കൂടി എടുത്തു കഴിഞ്ഞാൽ 3 തട്ടാവും. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് 3 കൊല്ലം പുല്ല് പറിച്ച് വളം ചെയ്ത് ഇത് ചെയ്യണതും 250 രൂപ എടുത്ത് 3 തട്ട് വാങ്ങുകയാണെങ്കിൽ 3 തട്ടാണ് കുറച്ചുകൂടി ബെറ്റർ. അതാണ്. ഓക്കെ. 3 തട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാ നമ്മൾ എടുത്ത്? പിന്നെ വരുന്നത് 5 അടി ഹൈറ്റ് ഉള്ളതുണ്ട്. 5 തട്ട്. അത് വരുമ്പോൾ നമുക്ക് 450 രൂപയാണ് വരുന്നത്. മാംഗോസ്റ്റ് അത് ഇന്ന് പറിച്ച പഴങ്ങളാണ്. ഒറ്റ ദിവസത്തെ വിളവെടുപ്പാണല്ലോ ഇപ്പൊ. നമ്മളിത് കൊടുക്കണില്ല, കാരണം നമുക്കിത് വിത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇത് പൊട്ടിച്ച് പാവുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ? നമുക്ക് ഇല്ലികളൊക്കെ നല്ല സൈസ് വരുന്നുണ്ടല്ലോ. ഇത് ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ എത്ര അല്ലി ഉണ്ടെന്നുള്ളത് നമുക്കിത് പൊട്ടിക്കുന്നതിന് മുമ്പ് മനസ്സിലാവും. അതെങ്ങനെ? അത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ പടം കണ്ടോ? ഇതിനകത്ത് എണ്ണി നോക്കാം. ഇത് 1 2 3 4 5. അപ്പൊ ഇതിന്റെ ഉള്ളിൽ 5 അല്ലി ആയിരിക്കും. ഉറപ്പാണ്? അങ്ങനെ തന്നെ ഉറപ്പാണ്. പൊട്ടിച്ചാണിച്ചു തരാം. അതോ ഞാൻ തിന്നോട്ടെ? ഇത് കഴിക്കാം. നമ്മള് പഴങ്ങളെ റാണിന്ന് കൂടി പറയാറുണ്ടല്ലോ ഇതില്. അതെ. 5 ഇല്ലിയതാണ് നമ്മൾ പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം, പൊട്ടിച്ചോക്കാം. ഇതുവരെ തെറ്റിട്ടില്ല. ഇനിയിപ്പോ തെറ്റുമോ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിക്കോ.
വീഡിയോ നമ്മളൊന്നും പോസ് ചെയ്യണില്ല. 1 2 3 4 5 കറക്റ്റ് കേട്ടോ. കറക്റ്റ്. അപ്പോ ഇതാണ് നമ്മുടെ റിസൾട്ട്. പിന്നെ നമുക്കിത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ്. കാരണം നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ടൈം ഇത് ഡ്യൂറേഷൻ കിട്ടും. അപ്പൊ ഇത് നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ റംബൂട്ടാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വലയിടേണ്ട ആവശ്യമില്ല. നമുക്ക് കളർ മാറി തുടങ്ങും. അതായത് ഈ ഒരു ഷെയ്ഡ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറിക്കും. താഴെ വീഴാണ്ട് പറിക്കണമെന്ന് മാത്രം. ഈ രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ബോക്സ് ചെയ്ത് വിൽക്കാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 5 ദിവസം 6 ദിവസം ഷെൽഫ് ലൈഫ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ബാക്കിയുള്ള ചില ഫ്രൂട്ടുകളെ പോലെ പുഴുക്കേട് വരാൻ ചാൻസ് കുറവാണല്ലോ. കാരണം ഷെല്ല് അത്യാവശ്യം കനുണ്ട് അല്ലേ, ഹാർഡ് ഇതിലേക്ക്. പിന്നെ ഇത് നമുക്ക് തൈകൾ വെക്കുമ്പോൾ 2-3 തൈകൾ വെക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല. നമുക്ക് ഇത് ഏത് മരങ്ങളുടെ ഇടയിലും വെക്കാം, തണലത്തും വെക്കാം. ഇവിടെ നിൽക്കണ മരമൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, മഹാഗണി ഉണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഇതിൻ്റെ ഇടയിലാണ്. നമുക്ക് അതേമാതിരി തന്നെ വെയിലത്തും വെക്കാം. അപ്പം എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത് തണലത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. വെയിലത്ത് ഇപ്പോൾ ആ ഇന്റർലോക്ക് ഇട്ടേക്കണം മുറ്റത്ത് നോക്കും. വളരെ ഹെൽത്തി ആയിട്ട് വളരണേ. സത്യത്തിൽ തണലത്തിന് നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നെ, പക്ഷെ നല്ല നന വേണമെന്ന് മാത്രം. അത്യാവശ്യം നല്ല രീതിയിൽ നനവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പക്കാനുള്ളത്. കാരണം ഒരു ഷെയ്ഡും ഇല്ലാണ്ട് 100% വെയിലത്താണ് സാധനം നിൽക്കുന്നത്. പക്ഷെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കണേ. ഡെയിലി നനയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നല്ല മുറ്റത്ത് വെക്കാൻ. കാരണം ഇതിൻ്റെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പാണ്, അതേമാതിരി ഇല ഒഴിച്ചിൽ കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മരമാണ് മുറ്റത്ത് വെക്കാനായിട്ട്, തണൽ മരമായിട്ട് വെക്കാൻ. ഇത് ഗ്രാഫ്റ്റ് മാംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ഇതിൽ ഇപ്പോൾ 5-6 കായുണ്ട്. ഗ്രാഫ്റ്റ് ആണ് വരുന്നത്. പക്ഷെ ഗ്രാഫ്റ്റ് നമ്മൾ വല്ലാതെ സപ്പോർട്ട് ചെയ്യില്ലല്ലേ? സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതിപ്പോ ഒരു 7 കൊല്ലം എത്തിയ ഗ്രാഫ്റ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പൊതുവെ എല്ലാ പ്ലാന്റുകളും നമ്മൾ ഗ്രാഫ്റ്റഡ് വെക്കാനാണ് പറയാറുള്ളത്. എന്താ മാംഗോസിന്റെ കാര്യത്തിൽ? മാംഗോസിന്റെ കേസിൽ നമുക്ക് ഗ്രാഫ്റ്റ് നേരെ പോണ ഷൂട്ടുകൾ കിട്ടില്ല, വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളർച്ച വളരെ സ്ലോവാണ്. ഇതിപ്പോൾ പറഞ്ഞില്ലേ, ആകെ ഇതും ഒരു 15 പഴം 20 പഴം നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. പറമ്പിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 50 പഴം അത്രത്തിൽ എത്തും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സീഡ് മുളച്ച് വന്നതാണെങ്കിൽ ഒരുപാട് വളർന്നു വരും. അപ്പൊ തൽക്കാലത്തേക്ക് 2 പഴം ഇത് കിട്ടുമെന്നല്ലാണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് വെക്കണത് നഷ്ടമാണ്. ഇതിന് നമ്മുടെ ഉള്ളതിൽ വലിയ തൈകൾ ഇരിക്കുന്നത് 5 തട്ട് ഉണ്ടാവും. 5 തട്ട് ഏകദേശം 5 അടി ഹൈറ്റുള്ള തൈകൾ. ഇത്രയുള്ള തൈകൾ നമ്മൾ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 450 രൂപ. നിലവിൽ ഇതാണ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ളത്. ഇത് ബുക്കിംഗ് ആണ്. ബാക്കി 2 തട്ട് 3 തട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ വീഡിയോ വന്നിട്ട് തൈകൾ തീരുന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട കേട്ടോ. കാരണം എത്ര ഏക്കറിലത്? ഇത് 2 ഏക്കർ ഫുള്ളായിട്ട് നമ്മൾ മാംഗോസ്റ്റീൻ ഇത് തന്നെയാണ് ചെയ്തേക്കണേ. പിന്നെ റംബൂട്ടാൻ അടയ്ക്കാരം വേറെ സ്ഥലത്തുണ്ട്. നമ്മുടെ ഇപ്പൊ പറയുകയാണെങ്കിൽ 2 തട്ട് തന്നെ നമ്മുടെ ഏകദേശം ഒരു 20,000 തൈയുടെ അടുത്ത് സ്റ്റോക്ക്. അത്രയും ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ മാംഗോസ്റ്റിമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കാരണം? അതിന്റെ കാരണം ഇതിന്റെ രുചി, പഴത്തിന്റെ രുചി, അതിന്റെ മാർക്കറ്റിനുള്ള സാധ്യതകൾ. കാരണം അത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഈ 2-3 സ്റ്റേറ്റിലാണ് ഇതിന്റെ ക്ലൈമറ്റ് സക്സസ് ആവുള്ളൂ മാംഗോസ്റ്റിൻ പിടിപ്പിക്കാനേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ വളർച്ച സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വളർത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് മദർ പ്ലാന്റ്സ് ഉണ്ട്, പ്രായമുള്ള നമുക്ക് സോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ചെയ്യണത്. നമ്മൾ പൊതുവേ പറയാറുണ്ട് മാംഗോസ്റ്റിൻ വളർത്തിക്കൊണ്ടുവരാനാണ് എല്ലാവരും ബുദ്ധിമുട്ട് പറയാറുള്ളത്. എന്തെങ്കിലും ടിപ്സ് പറയാറുണ്ട്? ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ചാണം കലക്കി ഒഴിക്കുക. നമ്മൾ ശരിക്കും തൈകൾ കൊഴിക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കും ചാണകം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ നമ്മളത് 4 ഇരട്ടി വെള്ളം ചേർത്ത് തൈകൾക്ക് ഒഴിക്കും. ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതായത് ഒരു ഹെവി ഗ്രോത്ത് കിട്ടുന്നല്ല, എന്നാലും നല്ല വ്യത്യാസം കാണിക്കും, നല്ലൊരു വ്യത്യാസം കാണാനല്ലേ കിട്ടും. കാരണം നമ്മൾ മെയിൻ ആയിട്ട് മാംഗോസ്റ്റിൻ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ. അതെ. അപ്പൊ നമ്മളൊരു തൈകളൊക്കെ നമുക്ക് എത്ര സമയം കൊണ്ടാണ് നമുക്കിത് പുറത്തിറക്കാൻ പറ്റാറ്? സാധാരണ തട്ട് തിരിഞ്ഞു കൊടുക്കണ പരിപാം. അതായത് ഇത് നമുക്ക് 2 കൊല്ലം കൊണ്ട് നമുക്ക് തട്ട് തിരിഞ്ഞു തുടങ്ങാം. ഇത് വീണ്ടും 2 തട്ടാണെങ്കിൽ വീണ്ടും ഒരു 6 മാസം വരും. 2.5 വർഷത്തിൽ നമുക്ക് 2 തട്ടായി കിട്ടും. ഈ ഒരു മാംഗോസ്റ്റിൻ നമ്മൾ തോട്ടം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നുള്ളൊരു ഈൽഡ് പ്രതീക്ഷിക്കാവുന്നത്? ഇതിൽ നിന്ന് എൻ്റെ ഒരു കണക്കൂട്ടിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പരിയാട് സൈഡിലേക്കുള്ള തോട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 1 ഏക്കറിൽ നിന്ന് 10 ലക്ഷം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 1 ഏക്കറിൽ നമ്മളൊരു 70 മരമാണ് നമ്മൾ സെറ്റ് ചെയ്യുക. കാരണം വളർന്നു വരാൻ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു 25 അടി അകലത്തിൽ വെച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ ഒരു 70 മരത്തുമ്പോൾ നമുക്കൊരു ആവറേജ് ഒരു മരത്തുമ്പോൾ ഒരു 20 കൊല്ലം പ്രായത്തിൽ കഴിഞ്ഞാൽ 100 കിലോ വെച്ച് കിട്ടും. ഒരു 150 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. ഈൽഡ് കിട്ടും. ഇത് കണ്ടിന്യൂ ആയി കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അത് മൾട്ടിപ്പിൾ ചെയ്ത് പോകും. നമ്മൾ 20 നിന്ന് 30 വരുമ്പോഴേക്കും 10-15 ലക്ഷം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് കയറും നമുക്ക്. അതായത് താഴത്തോട്ട് വരൂല, പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോകും. ആദ്യത്തെ ഒരു ടൈം ഡ്യൂറേഷൻ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ഒരു 10 വർഷമാണ് നമുക്ക് ഇതിനകത്ത് വലിയൊരു പ്രോപ്പർ ഇൻകം ഇല്ലാണ്ട് നമ്മൾ. അസമയം റംബൂട്ടാൻ നേരെ തിരിച്ചാട്ടോ. നമുക്ക് റംബൂട്ടാൻ വെച്ചൊരു 3 കൊല്ലത്തിൽ നമുക്ക് കിട്ടി തുടങ്ങും. പക്ഷേ ഇത് വലയിടൽ നമുക്കൊരു റിസ്ക്കാണ്. വില എങ്ങാനും ഇടിഞ്ഞാൽ പിന്നെ വലയിടാൻ ആരെയും കിട്ടില്ല. അണ്ണാനും കിളികളും പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതിന് ആ ഒരു പ്രശ്നമില്ല. നമുക്കിത് മരങ്ങളുടെ ഇടയിലായാലും നമുക്ക് ഇത് പോകാൻ പറ്റും. അടുത്തൊരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അല്ലേ? അതെ. നമ്മുടെ സ്വന്തം റംബൂട്ടാൻ. എല്ലാ വീടുകളിലുള്ള സാധനം.
അപ്പോൾ ഇത് നമ്മൾ ഒരു മദർ പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ അത്രത്തോളം ക്വാണ്ടിറ്റി സാധനം ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് റംബൂട്ടാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് മാംഗോ സിനിമയ്ക്കാണ്. അതെ അതെ, അതെന്തോ സംഭവം? അത് സംഭവം നമുക്ക് റംബൂട്ടാൻ്റെ ഇത് സക്സസ് ആയിട്ട് വന്നെങ്കിൽ നമുക്കത് വലയിടാനുള്ള സംവിധാനം വേണം, ഓപ്പൺ ആയിട്ടുള്ള പറമ്പായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് റംബൂട്ടാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഓൾറെഡി ജാതിമരം തെങ്ങുമരമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്തത് മാംഗോസ്റ്റാണ്. അത് ആ ഇടയിൽ വെക്കാൻ പറ്റും, ചോലയായാലും കുഴപ്പമില്ല, വെള്ളക്കെട്ടിലാണെങ്കിലും പ്രശ്നമില്ല, വെള്ളക്കെട്ടിൽ പാടത്തും പ്രശ്നമില്ല, അത്യാവശ്യം വെള്ളക്കെട്ടിലും ഇത് പിടിച്ച് കയറി പോകുന്നുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ അത് 125 വർഷത്തോളം ആയുസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പേടിക്കണ്ട, നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അപ്പൊ നമ്മളെ റംബൂട്ടാന്റെ തൈകള്. ഇതിപ്പോ സൈസ് ഒന്ന് കവർ നമുക്കൊന്ന് കയ്യിലെടുത്ത് പിടിച്ചാലോ, എങ്ങനെയാന്ന് നോക്കാലോ. അത്യാവശ്യം 3 അടി ഹൈറ്റ് വരാവുന്ന തൈകള്. ഇത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ 150 രൂപ കൊടുക്കാം. 150 രൂപയ്ക്ക് കൊടുക്കാം. അതായത് 3 അടിയോളം ഹൈറ്റ് വരുന്നത്. നമ്മുടെ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ഈ 25 എണ്ണം 30 എണ്ണം അങ്ങനെയൊക്കെ വരുന്നവർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റികൾ ഉണ്ടാവും. നഴ്സറി ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഇല്ല. അതായത് മാംഗോസ്റ്റിൻ പോലെ നമുക്ക് അത്രത്തോളം നമ്മൾ ചെയ്യില്ല. മാംഗോസ്റ്റിൻ നമുക്ക് ഇനിയിപ്പോ 500, 1000, 2000, 3000 തൈകൾ ചോദിച്ചാൽ നമ്മൾ എടുത്ത് കൊടുക്കാണ്ട്. ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടി പാലശ്ശേരി.